ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം തമിഴ് നടൻ ജയൻ രവി, പുള്ളിയുടെ ഇപ്പോഴത്തെ പേര് രവി മോഹൻ എന്നാണ്, പക്ഷെ നമ്മളൊക്കെ പണ്ട് തൊട്ടേ അറിയുന്നത് ജയൻ രവി എന്നാണ്. പുള്ളിക്കാരൻ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടുകയും തന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ നടന്ന കുറെ കാര്യങ്ങൾ തുറന്നു പറയുകയും പൊട്ടിക്കരയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹവും തന്റെ ഭാര്യയും തമ്മിലുള്ള ഡിവോഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ 1-2 കൊല്ലമായിട്ട് തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ ചർച്ചാ വിഷയമാവുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് മീഡിയയുടെ മുന്നിൽ വന്ന് ഇത്തരം ഒരു തുറന്നു പറച്ചിൽ ജയൻ രവി നടത്തുന്നത്. ഇത് സംഭവം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇവരുടെ കല്യാണം തൊട്ടുള്ള കാര്യങ്ങൾ അറിയണം. എന്നാലേ പുള്ളി എന്തൊക്കെയാണ് ഈ പറയുന്ന പ്രസ് മീറ്റിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കുട്ടികളെ കാണാൻ സമ്മതിക്കില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കി, സ്വന്തം പണം പോലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ, കുറെ അലിഗേഷൻസ് ഇവർക്കെതിരെ, സ്വന്തം ഭാര്യയായിട്ടുള്ള ആരതിക്കെതിരെ ജയൻ രവി പറയുന്നുണ്ടായിരുന്നു. ഇവരുടെ ഡിവോഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡിവോഴ്സ് കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരുടെ കല്യാണത്തെ പറ്റി ആദ്യം പറയാം. രവി മോഹൻ ആൻഡ് ആരതി എന്നാണ് ഭാര്യയുടെ പേര്. 2009 ഇവരുടെ വിവാഹം നടക്കുന്നത്. ഒരു പ്രണയ വിവാഹമാണ്. 2005 തുടങ്ങി 2009 വരെയുള്ള ഒരു പ്രണയം, അത് വിവാഹമായിട്ട് മാറി. ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന കഥ. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല. കാര്യം ഇപ്പം ജയൻ രവി വന്ന് പറയുന്നുണ്ട്, ഭീഷണിപ്പെടുത്തിയാണ് കല്യാണം കഴിപ്പിച്ചത്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പുള്ളിയുടെ ഈ ഒരു പ്രസ് മീറ്റിൽ പറയുന്നുണ്ട്. ഇത് ഇവരുടെ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരമാണ് ആ ഒരു കല്യാണം നടന്നത്. ഈ രണ്ട് കൂട്ടർക്കും, ജയൻ രവിയുടെ വീട്ടുകാർക്കും ഈ പെണ്ണിന്റെ ആരതിയുടെ വീട്ടുകാർക്കും ഈ കല്യാണത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പ്രസ് മീറ്റിനകത്ത് ജയൻ രവി തന്റെ അച്ഛന് ഈ കല്യാണത്തെ പറ്റിയുള്ള എതിർപ്പിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. எங்க அப்பா அம்மா கையெடுத்து காலில் ஊந்து கேட்டாங்க, என்ன வேணாப்பா அந்த குடும்பம்னு சொன்னாங்க. எனக்கு அச்சதை போடும் போதே இப்படிதான் போட்டாங்க, நாசமா போன்னு தான் போட்டாங்க. மேல சொன்னதை கேட்க മാട്ടാ. இன்னைக்கு നടന്നിരുന്നു. അച്ഛൻ അന്നേ പറഞ്ഞിരുന്നു ഈ കുടുംബത്തോടുള്ള ബന്ധം വേണ്ട, പക്ഷെ കേട്ടില്ല. ഇന്നത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു, നാശമായി പോയി. ആരതിയാണ് ജയൻ രവിയുടെ നിലവിലുള്ള വൈഫ്. ഇവർ തമ്മിൽ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല, ഇതുവരെ പ്രൊസീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ വില്ലത്തിയായിട്ട് സൊസൈറ്റി കണക്കാക്കുന്ന ഒരു വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരതിയുടെ മാതാവാണ്. പേര് സുജാത വിജയകുമാർ. ഇവർ തമിഴ് ഇൻഡസ്ട്രിയിലെ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്, സിനിമ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ പറയുന്ന രവി മോഹനെ വെച്ച് തന്നെ 3 പടങ്ങൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2024 പുറത്തിറങ്ങിയ സൈറൻ എന്ന് പറയുന്ന പടമാണ് അവസാനമായിട്ട് ഇവരെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത പടം. ഈ പ്രസ് മീറ്റിനകത്ത് മറ്റൊരു കാര്യം കൂടെ രവി പറയുന്നുണ്ട്, തനിക്ക് മറ്റ് സിനിമകളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫാമിലി ഈ തള്ള അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇവർക്ക് കൊമേഴ്ഷ്യലായിട്ടുള്ള പടം അത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സമ്മതിക്കൂ, ആ രീതിയിലൊക്കെ കുറെ അലിഗേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ ഈ സൈറൻ എന്ന് പറഞ്ഞ ഈ ലാസ്റ്റ് ഇവരുമായിട്ട് ചെയ്ത മൂവി 2022 ഷൂട്ടിംഗ് ആരംഭിച്ച മൂവിയാണ്. എന്നിട്ട് 2024 ഈ ഒരു സിനിമ റിലീസ് ആവുന്നത്. ഇത് ഡിലേ ആവാനുള്ള റീസൺ ഇവരുടെ ഒരു ഫാമിലി മാറ്ററും ഇത് ഡിലേ ആവാനുള്ള കാരണമാണ്. ഈ 2022 ഈ ആരതിയും ഈ ജയൻ രവിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഈ അമ്മയ്ക്ക് വലിയൊരു റോള് ഇവരുടെ കുടുംബം പിരിഞ്ഞു പോകാൻ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. 2024 സെപ്റ്റംബർ 9 ജയൻ രവി തന്റെ ട്വിറ്ററിൽ ഒരു കുറിപ്പിടുകയാണ്, ആരതിയും ജയൻ രവിയും തമ്മിൽ പിരിഞ്ഞു എന്നുള്ള തരത്തിൽ. ചില സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഞങ്ങൾ വേർപിരിയുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു ട്വിറ്റ്, ഇപ്പോഴത്തെ നമ്മുടെ എക്സ് പ്ലാറ്റ്ഫോം അന്നത്തെ ട്വിറ്റ്. എന്നാൽ സെപ്റ്റംബർ 11 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആരതിയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വരികയാണ്. ഇത് അവരുടെ അറിവോടുകൂടിയല്ല, ഞാൻ ഈ ഡിവോഴ്സിന് കൺസെന്റ് നൽകിയിട്ടില്ല. ഈ വാർത്ത കേട്ട ഒരു ഷോക്കായി എന്നുള്ള തരത്തിലാണ് അവരുടെ ആ ഒരു റിപ്ലൈ. സോഷ്യൽ മീഡിയയിലൂടെയാണ് റിപ്ലൈ അവർ ഇട്ടത്. അന്ന് തുടങ്ങിയ അടിയാണ് ഇന്ന് വരെ ഈ അടി അവസാനിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ. ഇന്നത്തെ പ്രസ് മീറ്റിൽ ജയൻ രവി പറയുന്നത് 2022 തൊട്ട് ഇവർ പിരിഞ്ഞു താമസിക്കുകയാണ്. 2022 തൊട്ട് തന്നെ ഇവരുടെ കുടുംബം മര്യാദയ്ക്കല്ല പോകുന്നത്. എന്നാൽ ഇതിനിടയിൽ ഈ 2024 പകുതിയോടുകൂടി ഇവരുടെ ഇടയിലോട്ട് പുതിയൊരു കക്ഷിയുടെ വരികയാണ്, കെനീഷ ഫ്രാൻസിസ്. കെനീഷ ഒരു സിംഗറാണ്, ഒരു വെൽനസ് ട്രെയിനർ കൂടിയാണ്. ഇവിടെ നിന്നാണ് ഈ പ്രശ്നം ഇത്രയും എലിവേറ്റ് ആവാനുള്ള കാര്യം ഈ കെനീഷ കാരണമാണ് ഇവരുടെ കുടുംബം താറുമാറായത് എന്നുള്ള ഒരു നറേഷനാണ് ഇപ്പോൾ നിലവിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവരും പറഞ്ഞു പരത്തുന്നത്. കെനീഷ പറയുന്നത് 2024 പകുതിയോടുകൂടി, എന്നാൽ ജൂണോടുകൂടിയാണ് ഈ രവി എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത്. ഈ രവി അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തതാണ് കെനീഷയെ. തന്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഇവരൊരു വെൽനസ് ട്രെയിനറാണ്, അതിനൊരു ഹെൽപ്പ് സീക്ക് ചെയ്ത് അവരിലോട്ട് ചെന്നെത്തിയതാണെന്നുള്ള രീതിയിലാണ് കെനീഷയുടെ ഒരു മറുപടി. അത് പിന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോയി. ഇവരുടെ ഈ ഒരു ഫാമിലി തകരാൻ ഒരിക്കലും കെനീഷ ഒരു കാരണമായിട്ടില്ല. ഇത് തകർന്ന് കഴിഞ്ഞ് ഇതിന്റെ ഡിവോഴ്സിന്റെ പ്രൊസീഡിങ്സ് നടന്നതിന്റെ ഇടയിലാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതെന്നാണ് കെനീഷയുടെ ഒരു വെർഷൻ. ജയൻ രവി പറയുന്നു 2022 തൊട്ട് തന്നെ ഇവർ ഡിവോഴ്സ് അല്ലെങ്കിൽ ഇവർ പിരിഞ്ഞ് താമസിക്കുകയാണ്. പക്ഷേ ഇത് പബ്ലിക്കിലോട്ട് വന്നത് 2024 ഈ കെനീഷയുമായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പും പബ്ലിക്കിലോട്ട് വരുന്നത് 2024 അപ്പോഴത്തേക്ക് ആളുകൾ കുറെ സ്പെക്കുലേഷൻസ് അടിച്ചിറക്കുമല്ലോ. ഈ ഒരു നറേഷൻ തന്നെയാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. ഇതാണ് മെയിൻ റീസൺ. ഈ കാര്യങ്ങൾ പറഞ്ഞ് ഈ ജയൻ രവി ആൻഡ് ഈ കെനീഷയെ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളി ചെയ്യാണ്.
ആദ്യ സമയത്ത് ഈ പറയുന്ന ജയൻ രവിക്കും ആരതിക്കും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആരതിക്കും അത്യാവശ്യം ഫെയിമുള്ള ഒരു വ്യക്തിയാണ്, 1 മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും 2 സപ്പോർട്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ കെനീഷയുടെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് അവിഹിതം കാരണമാണ് ലവള് കളഞ്ഞിട്ട് പോയത് എന്നുള്ളൊരു കഥയാണ് നിലവിലുള്ളത്. അങ്ങനെ റൂമേഴ്സ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു 5 ദിവസം മുൻപ് കേരളത്തിലെ പാലക്കാട് മീനംകുളത്തി ഭഗവതി ദേവി ടെമ്പിൾ ഇവിടെ വെച്ചിട്ട് ഈ കെനീഷയുടെ ഒരു കോൺസേർട്ട്, ഒരു ഗാനമേള പരിപാടി നടത്തുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ജയൻ രവിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജയൻ രവി സ്റ്റേജിൽ കയറുകയും കെനീഷയെ കെട്ടിപ്പിടിക്കുകയും അങ്ങനെയുള്ള കുറേ വീഡിയോസ് ഒക്കെ വൈറലായി. കെനീഷ തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നുണ്ടായി. ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഇതാണ് കെനീഷ പങ്കുവെച്ച ആ ഒരു വീഡിയോ, പാട്ട് പാടുന്നതും ഇവർ കെട്ടിപ്പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആളുകൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കും. എന്താണ്? ഈ പെണ്ണ് കാരണമാണ് ഇവരുടെ കുടുംബം തകർന്നത്. ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കുറേ സംഭവങ്ങൾ നടക്കുന്നു. കെനീഷ ഒരു വീഡിയോ ആയിട്ട് വരുന്നു. ആ വീഡിയോ ഇപ്പം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പുള്ളിക്കാരത്തി ഒരു പോസ്റ്റും തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയാണ്. ജയൻ രവിയും ഞാനും പിരിയുന്നു എന്നുള്ള തരത്തിലാണ് ആ പോസ്റ്റ് ഇട്ടത്. ആ വീഡിയോയും പോസ്റ്റിനെ പറ്റി നമുക്ക് ജയൻ രവിയുടെ വീഡിയോ ഇപ്പോൾ പ്രസ് മീറ്റ് നടത്തിയ കാര്യം ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് പുള്ളി പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കാം. ആദ്യം തന്നെ ഈ പ്രസ് മീറ്റിൽ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് ഡിവോഴ്സ് കിട്ടുന്നത് വരെ പുള്ളി ഇനി സിനിമകളിൽ ഒന്നും അഭിനയിക്കില്ല. കാരണം ഇത്രയും നാൾ എനിക്കുണ്ടായ അപമാനങ്ങൾ, ഇതൊക്കെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇത്രയും ആളുകൾ പറയുന്ന ഇത് കേട്ടുകൊണ്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നേരെ ആക്കിയിട്ടേ ഞാൻ ഇനി അടുത്ത സിനിമ ചെയ്യുന്നുള്ളൂ എന്നാണ് പുള്ളി ആദ്യം പറയുന്നത്. சொல்லட்டுமா என் நியாயத்தை? இத்தனை நாள் நான் பேசாம இருந்தது என்னோட தப்பு. சரி விட்டுருங்க, போட்டோம், பார்க்கலாம். பொம்பளை இது அது என்னங்க பொம்பளை? என்ன ஆம்பளை பொம்பளை? என்ன ஃபெமினிசம்? ஃபெமினிசம்னா என்னன்னு தெரியுமா யாருக்காவது? ரேப்புக்கு அகைன்ஸ்டா படம் எடுத்தவன்னா படம் ஓடுமா இல்லையான்னு தெரியாது. இதை எப்படி எடுக்கணும்னு யாருக்கும் தெரியாது. கண்டிப்பா தேவைன்னு சொல்லி அந்த படத்தை நான் எடுத்தேன். கஷ்டப்பட்டு பண்ணது நான். பெண்களுக்கு உரிமை இருக்கணும்னு சொன்னது நான் என் படங்கள்ல. என்ன சொல்றீங்களா? பெண்களை பத்தி தெரியாதுன்னு எனக்கு? எங்க அம்மா என்ன அப்படி வளர்க்கல. അപ്പൊ ഇവിടെ ഫെമിനിസത്തെ പറ്റി പുള്ളി പറയുന്നുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആരതി എന്ന് പറയുന്ന ഇവന്റെ മുൻ ഭാര്യ ഒരു ഫെമിനിസ്റ്റിയാണ്. ഈ ഫെമിനിസം പറഞ്ഞാണ് ഇത്രയും നാള് ഇയാളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, അത് 14 കൊല്ലം പുള്ളി ഇത് സഹിച്ചു. ഇവർ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിലും ആരതിയെ പറ്റി ഒരു മോശം വാക്ക് പോലും ഇവർ പറഞ്ഞിട്ടില്ല. ജയൻ രവി പറഞ്ഞിട്ടില്ല. അന്ന് ഞാനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ടോക്സിക് എന്നാണ് പുള്ളി പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇത്രയും കൊല്ലം മോശമായി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി ഇത് സഹിക്കാൻ പറ്റില്ല. 14 കൊല്ലം ഞാൻ ക്ഷമിച്ചു. സത്യങ്ങളെല്ലാം പുറത്തു വരണം, എൻ്റെ കയ്യിൽ ഒരുപാട് എവിഡൻസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ കാണണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ തന്റെ കുട്ടികളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. என் பிள்ளைங்களை பார்க்க விட மாட்டாங்க. என்னோட லைஃப் ஹாப்பியஸ்ட் டேன்னு நான் ட்வீட் பண்ண அவனும் நானும் சேர்ந்து டிக் 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 படம் நடிக்கும் போது, ஏன் பிள்ளைங்க நான் எப்படிங்க விடுவேன்? கேட்டுதான் இருப்பீங்களா? இப்படிதான் 50 லட்சம் ரூபா தெரியுமா? 2 பேர் ஸ்கூல் ஃபீஸ். எத்தனை வருஷம் நான் அதை கட்டி பார்த்துட்டு இருக்கேன். அவங்களுக்கு நல்ல லைஃப் கிடைக்கணும்னு. குழந்தைங்க பத்தி, என் பாசத்தை பத்தி பேசாதீங்க. உங்க யாருக்கும் எதுவுமே தெரியாது. டெய்லி நைட் உட்காந்து அவன் செஸ் கத்துக்கிறான். என் சின்ன பையன் டெய்லி உட்காந்து விளையாடுவான். அவன் கிட்ட தோத்து போவேன் நான். என்ன சொல்றீங்களா? குழந்தைங்க மேல அன்பு இல்லைன்னு பார்க்க விட மாட்டாங்க. போன் கான்ஃபிஸ்கேட் பண்ணி வச்சிருக்காங்க. സ്കൂളിൽ ബോഡി ഗാർഡ് അനുപ്പറാങ്ക. ഞാൻ പസങ്ങ പാക്കണു എന്റെ വീഡിയോവ്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുട്ടികളെ കാണാൻ സമ്മതിക്കില്ല, കോള് പോലും ചെയ്യാൻ സമ്മതിക്കില്ല. ഈ കുട്ടികളുടെ സ്കൂൾ ഫീസ് 50 ലക്ഷം രൂപ ഇയർലി, ഇതെല്ലാം ഇദ്ദേഹമാണ് കൊടുക്കുന്നത്. എന്നിട്ട് പോലും കുട്ടികളോട് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ബോഡി ഗാർഡിനെ വെച്ചിട്ടാണ് സ്കൂളിലോട്ട് പിള്ളേരെ പറഞ്ഞു വിടുന്നത്. ജയൻ രവിയുടെ മകനുമായിട്ട് ഒരു ടിക് ടിക് എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയമാണ് എൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സമയം. കാര്യം ആ കുഞ്ഞുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് ഈ ഒരു കാര്യം എടുത്തു പറയുന്നു പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഓൾറെഡി ഒരു നറേഷൻ ഉണ്ട്, അവിഹിതം കാരണമാണ് ഇവരുടെ ദാമ്പത്യം തകർന്നതെന്ന്. അപ്പം ഒരു കുട്ടിയുള്ളവൻ, 2 കുട്ടികളുള്ളവൻ ഒരു പെണ്ണിന്റെ അടുത്ത് അവിഹിതത്തിന് പോകുന്ന സമയത്ത് ആ കുട്ടികളെയും നോക്കാതാണല്ലോ ഇവൻ പോകുന്നത് എന്നുള്ള ഒരു കഥയും കൂടെ വരും. അങ്ങനെ കുറെ ആളുകൾ ജയൻ രവിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം കുട്ടികളെ നോക്കാതെ വേറെ പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കുന്നവൻ എന്ന് പറഞ്ഞ്. അവർക്കുള്ള മറുപടിയാണ് ഈ പറഞ്ഞത്. എനിക്ക് എൻ്റെ കുട്ടികളെടുത്ത് അൻപില്ല എന്ന് പറയരുത്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ഉണ്ടാക്കിയത്. കോടിക്കണക്കിന് രൂപയുടെ വീടുകൾ കെട്ടിയത് എല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. പുള്ളി ഇപ്പോൾ എന്നിട്ടൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതും പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ. മറ്റൊരു കാര്യം പറയുന്ന കേൾക്കാം. எல்லாத்தையும் கொடுத்துட்டானா அவன் கையில்? அதான் எனக்கு தெரிய நம்பிக்கை, ட்ரஸ்ட், என் லைஃப், இது எல்லாத்தையும் கொடுத்துட்டான். அப்படியே எனக்கு ஒரு அக்கௌண்ட் கூட கிடையாது என் பேர்ல, தெரியுமா உங்களுக்கு? ஒரே அக்கௌண்ட் தான் எனக்கு இருந்துச்சு, ஜாயிண்ட் அக்கௌண்ட், எக்ஸ் ஃபேமிலியோட. எங்க சொன்னாலும் ஸ்வைப் பண்ணாலும் உடனே போய் என்ன எதுனால என்ன ஏன் இவ்வளவு, நான் தான் சம்பாதிக்கணும். ரொம்ப அநியாயம் நடந்திருக்கு எனக்கு ரொம்ப அந்த வீட்டில் ரொம்ப அநியாயம் நடந்திருக்கு.
சொல்ல முடியாத அளவுக்கு அநியாயம் நடக்குது. அதனால தான் நான் வாங்கி விட்டேன். அசிங்கமா ஏன் என் நேச்சர் அப்படி. പറഞ്ഞത് മനസ്സിലായോ? പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. ആ കൂടെയുള്ളത് ഒരേ ഒരു അക്കൗണ്ട്, അത് ജോയിന്റ് അക്കൗണ്ട്. പുള്ളി സമ്പാദിക്കുന്ന പൈസ മൊത്തം ഈ ജോയിന്റ് അക്കൗണ്ടിലോട്ടാണ്. ഭാര്യയുടെയും തന്റെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ട്. എവിടെങ്കിലും കൊണ്ടുപോയി കാർഡ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് അവിടെ ചെല്ലും ഭാര്യയുടെ ഫോണിൽ. അപ്പോൾ അവിടുന്ന് കോള് വരും, എന്തിനാ പൈസ എടുത്തത് എന്നുള്ള രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ സമ്പാദിക്കുന്ന പൈസ പോലും പുള്ളിക്ക് യൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്ന്. ഇപ്പൊ പഴയ ഒരു വീഡിയോ, ഒരു സ്റ്റേജ് ഷോയിൽ നമ്മുടെ നടൻ വിക്രം പറയുന്ന ഒരു വീഡിയോ വൈറലാവുന്നുണ്ട്. ജയൻ രവിയെ കളിയാക്കിക്കൊണ്ട് വിക്രം പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ വീഡിയോ നോക്കാം. 100 ரூபாய் கொடுறா 50 ரூபாய் எப்பவும் பாட்டிக்கு போனா அங்க போனா ஏதாவது குடும் ட்ரிங்க் கேட்கும் போதுல அவங்க எஸ்பெஷலி வேற ஊர்ல இருக்கும் போது 1000 பாத் 1000 ரூபீஸ் சொல்ற மாதிரி ஐயோ நேரா அவங்க கிட்ட போவேன். மச்சான் பைசா இருக்கா? அண்ணா என்கிட்ட இல்லன்னா 500 அவங்ககிட்ட அதே கதை தான். அவன் போய் அவன் ஒய்ஃப் கிட்ட வாங்கி வந்து கொடுப்பான். சோ ஒவ்வொரு தடவையும் நீங்க எனக்கு அவார்ட் கொடுக்குற மாதிரி அந்த கொடுக்குற அந்த 1000 ரூபாய் இருக்கு இல்ல இந்த மாதிரி விஷயங்கள் தான் நாங்க எக்ஸ்பெக்ட் பண்றோம். அது வந்து நாங்க எல்லாம் ഇത് അന്ന് ഭയങ്കര ഫണ്ണായിട്ട് എല്ലാവരും എടുത്തു. ജയൻ രവി അത് ചിരിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. പക്ഷെ ഇന്നാണ് അത് അത്ര ഫൺ ആയിരുന്നില്ല എന്ന് മനസ്സിലാവുന്നത്. കാര്യം അതായിരുന്നു യാഥാർത്ഥ്യം. ഇതിനെപ്പറ്റി ഈ ആരതിയുടെ അമ്മ, ഇവന്റെ അമ്മായി അമ്മ, പുള്ളിക്കാരത്തി എടുത്ത് റീസെന്റ് ആയിട്ട് ഈ ഒരു പ്രസ് മീറ്റ് വന്നതിന് ശേഷം മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം അവരുടെ മറുപടിയും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. ഇവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഥാപാത്രം സുജാത വിജയകുമാർ, ജയൻ രവിയുടെ അമ്മായി അമ്മ. ഇതാണ് ഭാര്യ, ഇതാണ് നേരത്തെ പറഞ്ഞ കാമുകി കെനീഷ. சம்பாதிக்கிற காசு கூட என்ன செலவழிக்க விடுவது கிடையாது. எனக்குன்னு இருந்த ஒரு அக்கௌண்ட்டையும் அவங்க வந்து அபகரிச்சிட்டாங்க அப்படின்னு உங்க மேலேயும் மகள் மேலேயும் ஒரு குற்றச்சாட்டு வச்சிருக்காங்க. இந்த அவதூறு வந்துட்டு ஏற்கனவே வந்துட்டு கோர்ட்லேயே கொடுத்துருக்காங்கங்க. ஒரு கல்யாணம் ஆகி வந்து புருஷன் பொண்டாட்டி ஆனதுக்கப்புறம் உன் அக்கௌண்ட்டு என் அக்கௌண்ட்டுன்னு எனக்கு தெரியல. அது இப்போ மாறி இருக்கலாம். ஆனால் வந்துட்டு ஒரு குடும்பமாக இருக்கும்போது எல்லாமே ஒன்று தான். உங்களுடைய மருத்துவ അക്കൗണ്ട് ഓ അക്കൗണ്ട് അങ്ങനൊന്നും ഇല്ല. കുടുംബമായി ഇരിക്കുമ്പോൾ എല്ലാം ഒന്ന് താ. അപ്പം ജയൻ രവി പറഞ്ഞത് ശരിയാ. ജയൻ രവിക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഒന്നും ഇല്ല, എല്ലാം ജോയിന്റ് അക്കൗണ്ടിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇവരിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു സ്ത്രീക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്ത്രീ പോയി ജോലി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പൈസ തന്റെ ഭർത്താവിന്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുകയാണ്. ഭർത്താവ് തീരുമാനിക്കും ആ പൈസ അവൾ എങ്ങനെ ചെലവാക്കണമെന്ന്. ഇന്നത്തെ സൊസൈറ്റി അവനെ, ആ വ്യക്തി, ആ ഭർത്താവിനെ കല്ലെറിയും. കല്ലെറിയണം. കാരണം അവൾ സമ്പാദിച്ചുകൊണ്ട് വന്ന പണം അവനല്ല തീരുമാനിക്കേണ്ടത്. അത് എങ്ങനെ ചെലവാക്കണമെന്ന് അവള് തീരുമാനിക്കണം. ഇവർ എത്ര സിമ്പിളായിട്ടാണ് ഈ കാര്യം പറഞ്ഞത് എഴുതള്ളുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് രവി പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത. ഒരുപാട് പുള്ളി അനുഭവിച്ചിട്ടുണ്ടാവും ഈ പെണ്ണിനെ കൊണ്ട്. நான் உயிரோட இருக்கக்கூடாது அவங்களுக்கு. மேக்சிமம் அதுதான் நடந்துரும். கண்டிப்பா நடக்கும் இது. ஆனா நான் எல்லாரையும் முடிச்சிட்டு தான் நான் போவேன். சந்தோஷமா போவேன், சிரிச்சிட்டே தான் போவேன். ஆல்ரெடி எல்லாம் ஸ்டார்ட் ஆயிடுச்சு. ஃபோக்கஸ் பண்ணிக்கோங்க. ஐ ஸ்டார்டட் ஹர்ட்டிங் மை செல்ஃப். என் குழந்தைங்களை என்ன பார்க்க விடல. ஐ ஸ்டார்டட் ஹர்ட்டிங் மை செல்ஃப். தான் இந்த கை பார்த்துக்கோங்க. நார்மலாக இதான் நடக்கும். அதான் உங்களுக்கு வேணும். പറയുന്നത് ഞാൻ ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. ഞാൻ ഉടനെ തന്നെ ഇല്ലാതാകും. പുള്ളി സ്വയം കൈപോയി കാണിക്കുകയാണ്. സ്വയം ഞാൻ ഹേർട്ട് ചെയ്യാൻ തുടങ്ങി. പറഞ്ഞാൽ മനസ്സിലായല്ലോ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ നമ്മളെ അനുവദിക്കുന്നതല്ല. താൻ മരിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും മറുപടി കൊടുത്തിട്ട് എല്ലാം തെളിയിച്ച് ഇവരെയും കൂടി ഇല്ലാതാക്കിയിട്ടേ പോകൂ എന്നുള്ള തരത്തിലാണ് പുള്ളി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. എല്ലാ എവിഡൻസും പുള്ളിയുടെ കയ്യിലുണ്ട്. അതെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെടുത്തിയിട്ടേ പോകൂ എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി നല്ലൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബമില്ല, കുട്ടികളില്ല, സമ്പാദിച്ച പണമില്ല, സമാധാനമില്ല, സമൂഹത്തിൽ മാനക്കേട്, ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച റെപ്യൂട്ടേഷൻ മൊത്തം പോയി. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ നശിക്കാവോ ആ തരത്തിലൊക്കെ നശിച്ചാണ് പുള്ളി നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഡിപ്രഷൻ അല്ല, അതിന്റെ അപ്പുറം എന്തെങ്കിലും വന്നെങ്കിൽ അത്ഭുതമുള്ളൂ. ரத்தம் வந்தி வந்துட்டு இருக்கேன். எனக்கு பிளாக் மேஜிக் பண்ணிட்டு இருக்காங்க. எனக்கு நான் இருந்தப்பவும் பண்ணிட்டு இருந்தாங்க. அவன் பேச்சை கேட்கணும்னு அப்படியே பொட்டி பாம்பு மாதிரி வச்சிருந்தாங்க. எனக்கு தெரியும். நான் தெரியாம இல்லை. ഈ പെണ്ണിന്റെ വീട്ടുകാർ കൂടുപത്രം ചെയ്യുമായിരുന്നു. അതിനെപ്പറ്റിയാണ് പറയുന്നത്. 4 வருஷமா எனக்கும் அவன் சம்மந்தம். இப்ப நடந்ததுதான் அவங்க எல்லாருக்கும் தேவை. அதுதான் அப்படியே ஜோடிச்சு இப்படி பண்ணி ഇപ്പൊ പറയുന്നത് 4 കൊല്ലമായിട്ട് ഈ പറയുന്ന ആരതിക്കും ജയൻ രവിക്കും തമ്മിൽ യാതൊരു സംബന്ധവും ഇല്ല, യാതൊരു ബന്ധവും ഇല്ല. എന്നാൽ ഇപ്പൊ നടന്നത് എന്ന് വെച്ചാൽ ഈ കെനീഷയുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജോയിൻ ചെയ്ത് അതാണ് അതിന്റെ കാരണം എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തുകൊണ്ടിരിക്കുകയാണ്. பிளடி குழந்தைங்கள்ல இருந்து டீனேஜர்ஸ்ல இருந்து உங்களால செத்து போயிட்டு இருக்காங்க. சைபர் புல்லிங் பிரெக்ஸ். வெக்கமா இல்ல உங்களுக்கு? என்ன நினைச்சிட்டு இருக்கீங்க?
ഇങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാമായിരിക്കുമല്ലോ. നല്ല രീതിയിൽ മോശം കമന്റ്സ് തന്നെ വരും. പുള്ളി ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രസ് മീറ്റ് നടത്താനുള്ള റീസൺ തന്നെ സൈബർ ബുള്ളിംഗ് ആണ്. അത്രയും ഹെവി ലെവൽ ഓഫ് സൈബർ ബുള്ളിംഗ് നടക്കുന്നുണ്ട് ഈ ജയൻ രവിയുടെ പേരിൽ, അതുപോലെ തന്നെ ഈ കെനീഷ എന്ന് പറയുന്ന അവർക്കും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു പ്രസ് മീറ്റ് തന്നെ വിളിച്ചു കൂട്ടാനുള്ള കാര്യം. அவங்களை கை அறுத்துக்கிட்டு தான் என்ன கல்யாணம் பண்ணாங்க. பிளாக்மெயில் மேரேஜ் தான் இது. കേട്ടല്ലോ 2009 നടന്ന ഇവരുടെ കല്യാണം കൈ അറുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം നടത്തി. ഇതാണ് പറയുന്നത്. ഇതൊക്കെ ഉള്ളയാണോടെ. உங்க கண்ணு முன்னாடி தான் கெனிஷான்னு ஒரு டாபிக் வந்தா நான் கண்ணு முன்னாடி தானே எல்லாமே பண்ணிட்டு இருக்கோம். நாங்க ஒரு பொண்ணை புரிஞ்சுக்கிட்டு அதையும் தத்தி அமுச்சு விட்டுட்டீங்க. அவங்க ஃபெமினிஸ்ட். ഇപ്പൊ ഈ കെനീഷ എന്ന് പറയുന്ന പെണ്ണിനെ പറ്റിയാണ് പറയുന്നത്. ഒരു പെണ്ണ് എന്നെ മനസ്സിലാക്കി വന്ന് അവളെയും തുരത്തി അമിച്ചു വിട്ട് അടിച്ചു വെളിയിൽ കളഞ്ഞു. അവള് ജീവനം കൊണ്ട് ഓടി. ഈ പ്രസ് മീറ്റിൽ ഇപ്പൊ നിലവിൽ ഈ പേര് കൂട്ടിച്ചേർത്ത് വായിക്കുന്ന കെനീഷ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തെ പറ്റി സംസാരിക്കാം. ஒரு பொண்ணை அனுப்பிச்சிட்டீங்க, ரொம்ப தேங்க்ஸ். அதுக்காகலாம் நான் இன்டர்வியூலாம் வைக்கலங்க. அவங்க எங்க இருந்தாலும் நல்லதா இருக்கணும், அவ்வளவுதான், வேற எதுவுமே இல்லை. கெனிஷாவை காலி பண்ணி அனுப்பிச்சிட்டீங்க நீங்க எல்லாரும். സൈബർ ബുള്ളിങ് എല്ലാവരും കൂടെ സൈബർ ബുള്ളി ചെയ്ത് കെനീഷയും തന്റെ ജീവിതത്തിൽ നിന്ന് അടിച്ച് വെളിയിൽ കളഞ്ഞു നിങ്ങൾ എല്ലാരും കൂടെ എന്നാണ് പറയണത്. ஒரு மனுஷனுக்கு ஒரு கஷ்டம் வரும்போது அப்ப மட்டும்தான் தெரியும் அவங்க கூட யார் இருப்பாங்க. அப்படின்னு என்ன பண்ணுதாங்க கெனிஷா. எப்படி வளர்ந்தவங்க தெரியுமா அவங்க. அவங்க வீடியோ போட்டா அதுல ஒரு சைபர் புள்ளிங். ஒரு பொண்ணு என்ன புரிஞ்சுக்கிச்சு, ஏன் பார்க்காத ஹீரோயினாங்க, என் வேலையே அழகான பொண்ணுங்க கூட தான் நடிக்கிறது, அதான் என் வேலையே. எப்படி ஆளுங்க இங்க போயிட்டாங்களா? இத்தனை வருஷம் சொல்ல அவங்களுக்கு ஒரு ரீசன் தேவை. തനിക്കൊരു കഷ്ടം വന്ന സമയത്ത് തന്റെ കൂടെ നിന്ന പെണ്ണാണ് കെനീഷ. ഇത് തന്നെയാണ് കെനീഷയുടെ ഒരു വെർഷൻ. കെനീഷ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഇട്ട പോസ്റ്റ് ആൻഡ് വീഡിയോ നമുക്കിനി കാണാം. ഇതാണ് ആ ഒരു പോസ്റ്റ്. കുറെ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ എഴുതിയേക്കുന്ന 1-2 കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഇത് വായിച്ചു നോക്കിയാൽ പ്രത്യേകിച്ച് മനസ്സിലാവത്തില്ല ആർക്കും, കഥ അറിയാത്തവർക്ക്. ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് എവിടെയും ഇവർ ഉറപ്പിച്ചങ്ങനെ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, ഒരു റിലേഷൻഷിപ്പ് പോലെ സംതിങ് എന്തോ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഈ ജയൻ രവി ആൻഡ് ആരതി റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്തല്ല, അതിന് ശേഷമാണ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഇവരിത് പബ്ലിക്കലി വന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും പബ്ലിക്കലി ഇവർ പ്രോഗ്രാമും ചെയ്യാറുണ്ട്. കണ്ടില്ലേ ഈ പറയുന്ന പാലക്കാട്ടുള്ള പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇവർ ഒരുമിച്ചാണ് പോയി ചെയ്തത്. വേറെയും ഫംഗ്ഷൻസ് ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. സോ കെനീഷയുടെ പോസ്റ്റിനകത്ത് പറയുന്ന ഒരു കാര്യം, ഐ വാക്ക്ഡ് ഇൻ ടു ദിസ് സ്റ്റോറി വിത്ത് ലവ്, ഐ വാക്ക്ഡ് ഔട്ട് ഓഫ് ഇറ്റ് വിത്ത് സൈലൻസ്, I have given pieces of myself trying to protect a human being. The world had already decided a story for it. ഇപ്പൊ രവിയുമായിട്ട് പിരിഞ്ഞ് കെനീഷ പോകുന്നു എന്ന് പറഞ്ഞ ഈ ഒരു പോസ്റ്റിനകത്ത് പോലും ഈ രവിയെ പറ്റി മോശമായിട്ടൊന്നും പറയുന്നില്ല. ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ലോകം അത് വെച്ചിട്ട് പലതരത്തിലുള്ള കഥകളും മെനഞ്ഞുണ്ടാക്കി. ഇതിനകത്ത് 1-2 സ്ഥലങ്ങളിൽ ഈ ആരതിയെ ഇൻഡയറക്ട്ലി കുത്തുന്നുണ്ട്. ടു ദ പബ്ലിക്, the cinema industry, the commentators, the people who love him, dislike him, defend him, mock him, or claim ownership over his life. He is now all yours. Claim ownership on his life എന്ന് ഉദ്ദേശിച്ച ആരെയാണ്? മുൻ ഭാര്യയെ തന്നെ. അവരായിരുന്നു ഈ ഓണർ കളി കളിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? I was stupid to think that a good people needed a chance to live. But I understand that this place is only for liars, cheaters, manipulators and life extorters. ഈ ചീറ്റേഴ്സ്, മാനിപ്പുലേറ്റേഴ്സ്, ലൈഫ് എക്സ്റ്റോർട്ടേഴ്സ് ഇതെല്ലാം ഈ പറയുന്ന മുൻ ഭാര്യയെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് ഏറ്റവും അവസാനം, ആസ് ഓഫ് ടുഡേ ഫെമിനിസം യു വോൺ, ഹാപ്പിനെസ് യു ലോസ്റ്റ്. ഈ ഫെമിനിസം ഉദ്ദേശിച്ച് മനസ്സിലായല്ലോ. ജയൻ രവിയുടെ ആ ഒരു വീഡിയോക്കകത്ത് ഫെമിനിസത്തെ പറ്റി പറയുന്നുണ്ട്. ഈ പെണ്ണൊരു ഫെമിനിസ്റ്റാണ്. ആരതി. ഫെമിനിസം എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷെ അതിനെ ഭയങ്കര ടോക്സിക് ആയിട്ട് ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അതിനെ ഫെമിനിസം ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. സ്ത്രീകളുടെ അവകാശങ്ങളെ പുരുഷന്മാർക്ക് എതിരെ യൂസ് ചെയ്യുന്ന പരിപാടി, അതിനെ നമുക്ക് ഒരിക്കലും ഫെമിനിസം ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇത്രയും നാളെ ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവരുടെ പറയുന്നത്. ഇത്തരത്തിലാണ് ഈ ഒരു പോസ്റ്റ് ഇവർ ഇട്ടേക്കുന്നത്. ഇത് വായിക്കുമ്പോൾ രവി എന്ന് പറയുന്ന വ്യക്തി സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇനി കൂടുതൽ സ്പെക്കുലേഷൻസിനോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയിലോട്ട് ഞാൻ വന്ന് അതിനെ സമാധാനം ഞാനായിട്ട് കളയുന്നില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ പുള്ളിയുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ പോകുന്നത് പോലാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇതുകൂടാതെ കെനീഷ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ആക്ച്വലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആ വീഡിയോ ഇല്ല. ഒരു 25 മിനിറ്റുള്ള വീഡിയോ ആണ്. ഞാനത് കുറച്ച് കാര്യങ്ങൾ മാത്രം വെക്കാം. ആ വീഡിയോയിൽ ഈ പെണ്ണ് അനുഭവിച്ച ചൈൽഡ്ഹുഡ്, ഓൾറെഡി മാരീഡ് ആണ്, ഡിവോഴ്സ്ഡ് ആണ്, അതിനകത്ത് അനുഭവിച്ച കുറെ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കുക. I'm the only child to my parents. My mother passed away in 2013 and my dad passed away in 2017. And I have... We're going to get this drunk. I have been abused by most of the men in my family since the age of 4. And I was then, when I was 18, married off to an unnecessary family at that point for that child.
just because, you know, love was not needed to give to a child, and I've had the most abusive childhood. And then I got married when I was 18 and a half or 19, 4 months and 4 months only, to this person who had me plus 10 more people around him who he called as girlfriends, wives, whatever the tags are, which is why I don't believe in tags. And then it went to a place where I was so abused that the baby in my stomach was broken and got out of my body when I was 19, 20 max. What I'm trying to say is I've seen a lot, and after all of that I lost my mom, and then I spent 4 years taking care of my dad who had Alzheimer's until his last breath, where I couldn't have them anymore in life. And a good 10 years after that I have been living by myself. I do everything for myself. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ 21 വയസ്സിനുള്ളിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ 4 വയസ്സുള്ള സമയത്ത് അവരുടെ റിലേറ്റീവ്സ് ഇവർ കുഞ്ഞാരിയ സമയത്ത് തന്നെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. 18-19 വയസ്സിൽ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച ഭർത്താവിന് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ്, അവിഹിതങ്ങൾ. 19-20 വയസ്സായപ്പോഴത്തേക്ക് പ്രഗ്നന്റ് ആവുന്നു. അത് അബോട്ടായി പോകുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കാണെന്ന് തോന്നുന്നു അൾഷിമേഴ്സ് വന്നതെന്ന് പറയുന്നു. ആൻഡ് കുറച്ച് നാൾ കഴിഞ്ഞ് അവരും മരിക്കുന്നു. അങ്ങനെ കുറെ ട്രോമയിലൂടെ കടന്നു വന്ന ഒരു സ്ത്രീയാണ് ഇവർ. But just because someone doesn't speak up, this is crazy. You know, everybody who's targeting me right now, I'm telling you all my truth today, because people in the last couple of months, whoever's targeting me right now, they have sent detectives to Bangalore to find out stories about who I was married to and what I went through and who I was and yada yada yada. People are saying that. ഇവരെ ടാർഗറ്റ് ചെയ്യുന്ന പീപ്പിൾ ആരാണ്? നേരത്തെ പറഞ്ഞ ജയൻ രവിയുടെ ഭാര്യ. അവർ ഇവരുടെ പാസ്റ്റ് അന്വേഷിച്ച് ആരെയാണ് കല്യാണം കഴിച്ചത്, എന്താണ് ഇവരുടെ ചെയ്യുന്നത്. ഇവർ ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങോട്ട് ഡിറ്റക്റ്റീവിനെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്തുതരം സൈക്കോളാടേ. My father is left in a home. Are you kidding me? Do you think I look like someone who doesn't want to have parents, who enjoys being an orphan? What is up with you guys? Because I have been asked to follow the court, the law, the people that are in charge of this subject, and I don't need to prove any tag until ever. I'm not in a rush to do anything in life, so I don't know why you guys are rushing all of this so much. Now, what I want to say is, I just told you my story of what I lost. A girl who has lost a child in her stomach. You think I'm going to keep anybody away from their children or from their family? So I'm going to have gone ahead with my life, and then I've realized that my Instagram account is hacked. Now here's the difference. സ്വന്തം കുട്ടിയെ വയറ്റിൽ വെച്ച് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ മറ്റൊരു ഫാമിലി തകർക്കാൻ വേണ്ടി ശ്രമിക്കുവോ? അതാണ് ഒരു ചോദ്യം. 2, ഇവർ ഈ പാലക്കാട് പ്രോഗ്രാമിന് വന്നതിന് ശേഷം ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. അതിനകത്തോട്ട് ഇവരെ അബ്യൂസ് ചെയ്യുന്ന തരത്തിൽ കുറെ ബോട്ട് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു, ബോട്ട് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. I don't want to be juvenile, and I don't want to be petite about everything. I understand when you lose someone, when you lose something that is so beautiful, that is so precious in life, ellarukku kuttonda. And valikamode, how people act out is not in our hand. It is in their hand. As much as I have been avoiding whoever has been reacting all of this while, my Instagram account got hacked when I was on stage, I guess around that time. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് അവർ പറഞ്ഞത്. ഹാക്ക് ചെയ്തത് ആരായിരിക്കും അറിയില്ല. ഊഹാപോഹം വെച്ചിട്ട് വേണമെങ്കിൽ ഇവരുടെ ശത്രുക്കളാണെന്ന് പറയാം. ഇനി ഇവർ പറയുന്നത് ഈ രവി മോഹൻ, ഇയാളുമായിട്ട് ഇവരെങ്ങനെയാണ് കണക്ട് ആയത്, ഇവരുടെ ആ ഒരു സ്റ്റോറിയെ പറ്റിയാണ്. So I want to tell you what is my story of Mr. Ravi Mohan and I. When we met as friends at Deaf Frogs, the audio launch and the musical show and yada yada yada, when he reached out to me for help, yes, I did see him in Goa. Yes, I did listen to what he wanted in therapy, and yes, I gave him immediate advice that I'm not going to be the best person to support, and I will be a friend to help through the journey. Now that journey. അതായത് ഇവരൊരു വെൽനെസ് ട്രെയിനർ കൂടി ആയതിന്റെ പേരിൽ ഈ ജയൻ രവിയാണ് ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു ഹെൽപ്പ് ചോദിച്ചാണ് വന്നത്. കാര്യം കുടുംബം തകർന്ന് മൊത്തം താറുമാറായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇയാളുടെ സ്റ്റോറി എല്ലാം കേട്ടതിന് ശേഷം ഈ കെനീഷയ്ക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല, ഇതിന് ഒരു തെറാപ്പി എൻ്റെ കയ്യിലില്ല. ആ ഒരു അവസ്ഥയിൽ അപ്പം തന്നെ പുള്ളിക്കാരത്തി ആ ഒരു കാര്യം പറയുകയും പുള്ളിക്കാരത്തി പറഞ്ഞു ഞാനൊരു നല്ല ഫ്രണ്ടായിട്ട് സുഹൃത്തായിട്ടിരിക്കാം. അങ്ങനെയാണ് ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ നിന്ന് വളരുന്നത്. Has snowballed very beautifully into this place where we get each other, we understand each other. I don't need to break a bloody home for that. I don't need to break a bloody home for that. And if the person in contention
even came out to choose me to talk to. Imagine what was that person going through. And I'm not talking about a 20-year-old. I mean, they are an adult, right? They can make their decisions. They know where they're going, what they're doing, who they want to talk to. Why can't you think that people are working with brains? Why is it everything about the society? Oh my God, this, oh my God, that, oh my God, yeah. I mean, I'm getting choked to talk to a community like you. I come from a community where my parents have said, always respect people, don't cheat anybody, don't lie to anybody, don't take what is not yours. ഇവിടെ കമ്മ്യൂണിറ്റിയുടെ കാര്യമൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തനൂജ എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നു. അവർ ഇവർക്കെതിരെ വീഡിയോ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവർക്ക് കൊടുക്കുന്ന ഒരു റിപ്ലൈയും കൂടിയാണ് ഇത്. മനസ്സിലായ? ഇതിനകത്ത് പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യം, ഇവർക്ക് ആരുടെയും കുടുംബം തകർക്കാൻ ആഗ്രഹമില്ല, ഇവരാരുടെയും കുടുംബം തകർത്തിട്ടുമില്ല. ഈ പറയുന്ന രവിയാണ് ഫുള്ള് തകർന്ന് എൻ്റെ അടുത്ത് വന്ന് ഹെൽപ്പ് ചോദിച്ചത്. പുള്ളിക്കാരത്തി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇവരുടെ കുടുംബം തകർത്തത് പുള്ളിക്കാരത്തി കാരണമല്ല എന്നാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നറേഷൻ ഇങ്ങനെയാണല്ലോ പോകുന്നത്, ഇവർ കാരണം മറ്റവരുടെ കുടുംബം തകർന്നു എന്നുള്ളത്. ഇത് തന്നെയാണ് മറ്റവരും എക്സ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗൈസ് ഇതിനകത്തുള്ള ഈ ഒരു സ്റ്റോറി. ഇത് വൺ സൈഡ് മാത്രമാണ്. ഇനി ഒരു അതർ സൈഡ് അവർക്ക് ഒരു സ്റ്റോറി പറയാനുണ്ടാവും. ഈ പറയുന്ന ആരതി എന്ന് പറയുന്നവർക്ക് അവർ ഇതുവരെ മുന്നോട്ട് വന്നൊന്നും പറയുന്നത് കേട്ടില്ല. ഇവരുടെ തള്ള വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ രണ്ട് സൈഡും കേട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി ചിലപ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ ഭാഗത്തും ശരിയുണ്ടെന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും, അറിയില്ല. എല്ലാവരും വന്നിട്ട് അവരവരുടെ നല്ല കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അവർ അനുഭവിച്ചത് മാത്രമായിരിക്കും പറയുന്നത്. അവർ തിരിച്ചു കൊടുത്തതും അവർ ചെയ്ത കൊള്ളരുതായ്മകളും ആരും പറയത്തൊന്നുമില്ലല്ലോ. അപ്പം ഇതാണ് ഇവരുടെ ഈ ഒരു വിഷയം. സോ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇതിനെപ്പറ്റി. പ്രത്യേകിച്ച് ഒപ്പീനിയൻ ഒന്നും പറയുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ശരി, ബൈ.